ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ വർഷത്തേക്ക് 12,256 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലുള്ള മികച്ച സ്റ്റാർട്ടിംഗ് സാലറിയോടുള്ള ജോലിയാണ് അവസരമാണ് ലഭിക്കുക. അത് കുറച്ച് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇന്റലിജൻസ് ബ്യൂറോ, റെയിൽവേ, എക്സ്റ്റേണൽ അഫയേഴ്സ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അതുപോലെ ഇൻസ്പെക്ടർ, സെൻട്രൽ CBI ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, CBI ഇൻസ്പെക്ടർ, NIA സബ് ഇൻസ്പെക്ടർ, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള നിരവധി തസ്തികകളിലായിട്ടാണ് ഈ 12,000-ലധികം ഒഴിവുകളുള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് 2026 മെയ് 21 മുതൽ ജൂൺ 22 വരെ അപേക്ഷിക്കാൻ കഴിയും. ജൂൺ 23 വരെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാൻ അവസരമുണ്ട്. അതിനുശേഷം 2 ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. ടയർ 1 എക്സാമിനേഷൻ ഓഗസ്റ്റ് സെപ്റ്റംബർ 2026-ലും ടയർ 2 എക്സാമിനേഷൻ ഡിസംബർ 2026-ലും നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച ശേഷം കറക്ഷന് സമയമുണ്ട്. ജൂൺ 29 മുതൽ ജൂലൈ 1 വരെ സമയമുണ്ട്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും എന്ന കണ്ടീഷൻ കൂടിയുണ്ട്. അപ്പം അതേപോലെ ഏജ് പറഞ്ഞിട്ടുള്ളത് പലതിനും പല ഏജാണ്. 18 മുതൽ 30 വയസ്സ് വരെ, 18 മുതൽ 27 വയസ്സ് വരെ, 18 മുതൽ 32 വയസ്സ് വരെ വിവിധ തസ്തികകളിലേക്ക് വിവിധ ഏജ് ഗ്രൂപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കുറേയധികം പോസ്റ്റുകളുണ്ട്, കുറേയധികം അതിൽ ഏജ് ഗ്രൂപ്പൊക്കെ ഡിഫറൻ്റ് ആണ്. അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, SC/ST കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 5 വർഷവും, OBC-കാരാണെങ്കിൽ 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളതിനെ 10 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അതുപോലെ ഈ 2 പോസ്റ്റുകളിലേക്കും ഡിഗ്രിയാണ് വേണ്ട യോഗ്യതയെങ്കിലും CA, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, MCOM, MBA ഒക്കെ ഉള്ളവർക്ക് ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്. അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് ഡിഗ്രിയും 60% മാത്തമാറ്റിക്സിൽ പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ സ്റ്റാറ്റിക്സിലുള്ള ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗർ പോസ്റ്റിലേക്ക് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, പോപ്പുലേഷൻ സ്റ്റഡീസ്, അതുപോലെ ഈ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ വിവിധ വിഷയങ്ങളിലുള്ള ബിരുദമുള്ളവർക്കും ആണ് അതിൽ അപേക്ഷിക്കാൻ കഴിയും. ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും ഏത് വിഷയത്തിലും ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മാത്രമല്ല ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും. 2026 ഓഗസ്റ്റ് 1 മുമ്പ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. എന്നാൽ വനിതകൾക്ക്, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർക്ക്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ബാക്കിയുള്ളവരും 100 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം. കേരളത്തിൽ നിരവധി എക്സാമിനേഷൻ സെൻ്ററുകളുണ്ട്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ എന്നീ സെൻ്ററുകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. താല്പര്യമുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. 2026 ജൂൺ 22-നകം അപേക്ഷിക്കുക. 12,267 ഒഴിവുകളാണ് ആകെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 256 ഒഴിവുകളാണ്. ഇതിലും വേരിയേഷൻ വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. ഒരു കേന്ദ്ര സർക്കാരിൽ ഒരു മികച്ച ജോലി ചെയ്യിക്കാനുള്ള അവസരമാണ്. താങ്ക് യു.